So, what are the characteristics of water? Physical characteristics, chemical characteristics and biological characteristics. അങ്ങനെ 3 characteristics ആണ് ഒരു വാട്ടറിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 3ഉം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഒരു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫിസിക്കലിൽ ഏതൊക്കെ വരും, കെമിക്കലിൽ ഏതൊക്കെ വരും, ബയോളജിക്കലിൽ ഏതൊക്കെ വരും, അങ്ങനെ 3ഉം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, so first is physical characteristics of water. What do you mean by physical characteristics? എന്തായിരിക്കും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ? What may be the physical characteristics of water? ഫിസിക്കൽ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, അല്ലെ, ഒരാളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. നമ്മളൊരാൾ കാണുമ്പോൾ നമുക്ക് ഫിസിക്കൽ കാണുന്നത് വെച്ചാൽ അങ്ങനെയല്ലേ നമ്മൾ ഫിസിക്കൽ എന്ന് പറയുന്നത്, അല്ലേ, ഹൈറ്റ്, വെയിറ്റ്, അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാൽ അതിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ കളറ്, അതിൻ്റെ ഓർഡർ, അല്ല, അതിൻ്റെ സ്മെല്ല്, പിന്നെ അതേപോലെ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ടെമ്പറേച്ചർ, അതൊക്കെയാണ് അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് ടെമ്പറേച്ചർ, characteristics of water: temperature, color, taste and odor, turbidity and different solids that are dissolved in the water. Okay, ഇതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ? ടെമ്പറേച്ചറിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി average is a measure of average energy of water molecules, അല്ലേ? വാട്ടർ മോളിക്യൂൾസിൻ്റെ ആവറേജ് എനർജി ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത്. ടെമ്പറേച്ചർ യൂണിറ്റ് ആണ് സെൽഷ്യസ്, ഡിഗ്രീസ്, ഫാരൻഹീറ്റ് ഒക്കെ, അല്ലേ? ആൻഡ് ഇറ്റ് ഇസ് എ ബേസിക് വാട്ടർ ക്വാളിറ്റി വേരിയബിൾ ആൻഡ് ഡിറ്റർമൈൻസ് ദി സ്യൂട്ടബിലിറ്റി ഓഫ് വാട്ടർ ഫോർ വേരിയസ് ഫോംസ് ഓഫ് അക്വാട്ടിക് ലൈഫ്, അല്ലേ? ഓരോ രീതിയിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പോൾ പോണ്ടിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല ലേക്കിലുള്ള ടെമ്പറേച്ചർ, അല്ലേ? ഇപ്പോൾ ഓരോന്നിനും ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഇസ് എ വെരി സീരിയസ് പാരാമീറ്റർ ദറ്റ് ഈസ് ഇറ്റ് ഡിഫൈൻസ് ഓർ ഇറ്റ് ഡിറ്റർമൈൻസ് ദി വേരിയസ് ഫോംസ് ഓഫ് അക്വാട്ടിക് ലൈഫ്, അല്ലേ? അപ്പോൾ ഇത് ടെമ്പറേച്ചർ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് ഒക്കെയാണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ പോണ്ടിലൊക്കെ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 to 21 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വാട്ടറിന് സാധാരണ നോർമലായിട്ടുള്ള വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി to 12 ഡിഗ്രി സെൽഷ്യസ്. ദറ്റ് ഈസ് ഫോർ 10 ഡിഗ്രി to 21 ഡിഗ്രി സെൽഷ്യസ്. ദറ്റ് ഈസ് ഫോർ ആൻ ആവറേജ് ഓഫ് 16 ഡിഗ്രി ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പോൾ കാരണം ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുറച്ച് വാം വാട്ടറിനാണെങ്കിലും ഇപ്പോൾ കോൾഡ് വാട്ടർ, വാം വാട്ടർ, അല്ലേ? കോൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര കോൾഡല്ല, അല്ലാതെയുള്ള വാട്ടറും അതേപോലെ വാം വാട്ടർ, അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ടൈപ്പ് വാട്ടറിനും അതിൻ്റെ ഓക്സിജൻ സൊല്യൂബിലിറ്റി ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ വാം വാട്ടറിനൊക്കെ ആണെങ്കിൽ
ഓക്സിജൻ സോലബിലിറ്റി കുറവാണ്. കോൾഡ് വാട്ടറിലാണെങ്കിൽ ഓക്സിജൻ സോലബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓരോ രീതിയിലും അതിൻ്റെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും, ഓരോ കണ്ടീഷൻസിനെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ്, അതുപോലെ മെറ്റബോളിക് റേറ്റ്സ്, അതെല്ലാം ടെമ്പറേച്ചർ അഫക്റ്റിംഗ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ അഫക്ട്സ് ഓൺ മെറ്റബോളിക് റേറ്റ്സ് ഓഫ് ഓർഗാനിസം, സെൻസിറ്റിവിറ്റി ഓഫ് ഓർഗാനിസംസ്, പിന്നെ ടൈമിംഗ് ഓഫ് റീപ്രൊഡക്ഷൻ, മൈഗ്രേഷൻ, അതിനൊക്കെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. ഓക്കെ, ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ചൂട് ടെമ്പറേച്ചർ ആകുമ്പോൾ വേറെ രീതിയിലായിരിക്കും, ചൂട് വാട്ടർ ആകുമ്പോൾ വേറെ രീതിയിലായിരിക്കും, കോൾഡ് വാട്ടർ ആകുമ്പോൾ വേറെ രീതിയിലായിരിക്കും, വാം വാട്ടർ ആകുമ്പോൾ വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഓക്കെ, കൺസേൺ. സോ നെക്സ്റ്റ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കളർ. വാട്ട് യു മീൻ ബൈ കളർ? അപ്പോൾ കളറ് മാറുവാണെങ്കിൽ വാട്ടർ ഈസ്, നമുക്കറിയാം വാട്ടർ പ്യുവർ എന്താണ്, കളർലെസ് ആണ് അല്ലേ. അപ്പോൾ കളർലെസ് വാട്ടറാണ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കളേർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള കണ്ടാമിനൻസ് ഉണ്ടെന്നാണ് അതിനർത്ഥം അല്ലേ. ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വീടുകളിൽ ചില സ്ഥലത്തൊക്കെ വീടുകളിലൊക്കെ കിണർ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും അല്ലേ, ക്ലീൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. പക്ഷേ ചില സ്ഥലത്തൊക്കെ ആണല്ലേ ചെളി വെള്ളം പോലത്തെ കളറായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കാരണം അത് നല്ലതാണോ കണ്ടാമിനൻ്റ് ആയിട്ടുള്ള വാട്ടർ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. സോ അത് നമുക്ക് ഫിറ്റാണോ, കുടിക്കാൻ നല്ലതാണോ, കുടിക്കാൻ പറ്റുമോ, കുടിക്കാനായിട്ട് നമുക്ക് ഫിറ്റാണോ അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഇപ്പോൾ കളറിൽ തന്നെ കളർ ഈസ് ഓൾസോ ഈ കളർ ഓഫ് ദി വാട്ടർ ബോഡി ക്യാൻ ഇൻഡിക്കേറ്റ് the presence of organic substances such as algae or humic compounds. അപ്പോൾ എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഉണ്ടോ എന്നൊക്കെ കളർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ കളർ ഈസ് റെഡ്യൂസ്ഡ് ഓർ റിമൂവ്ഡ് ഫ്രം വാട്ടർ ത്രൂ ദ യൂസ് ഓഫ് കോയാഗുലേഷൻ, സെറ്റ്ലിംഗ് ആൻഡ് ഫിൽട്രേഷൻ ടെക്നിക്സ്. ഫിൽട്രേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കളറ്, ഇപ്പോൾ കലക്ക് വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് പ്യുവർ വാട്ടറായിട്ട് ഇപ്പോൾ പ്യൂരിഫയർ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഫിൽട്രേഷനാണ് അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്, കൊയാഗുലേഷൻ മെത്തേഡൊക്കെ. ഇപ്പോൾ സെറ്റിലിങ്ങോ കുറച്ച് മുന്നേ കൊയാഗുലേഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ +2 10ാം ക്ലാസ്സിലൊക്കെ സമയത്ത് കെമിസ്ട്രിയിലൊക്കെ കൊയാഗുലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് പഞ്ചസാര ഇഷ്ടികപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ അത് റെഡ് കളറാവും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റിങ് ഇപ്പോൾ എന്താണ്, കുറച്ച് മുകളിലുള്ളത് തെളിവെള്ളമായിരിക്കും, താഴെ കുറച്ചും കൂടി കണ്ടാമിനൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും താഴെ നല്ല ഡീപ്പ് റെഡ് ആയിട്ടുള്ളത് അല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങളെല്ലാവരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, ഓക്കെ. സോ ദാറ്റ് അപ്പോൾ സെറ്റിംഗ് ഓഫ് അല്ലെങ്കിൽ ഫിൽറ്ററിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റെഡ്യൂസ് ദി ഇഫക്റ്റ് ഓഫ് കളർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. ടേസ്റ്റും ഓർഡർ എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻസിന് മാത്രമുള്ള കഴിവാണ്. ഹ്യൂമൻസിനാണ് അത് മനസ്സിലാക്കാനുള്ള പറ്റുള്ളൂ അല്ലേ. ഹ്യൂമൻസിനോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ അതിന് ടേസ്റ്റ് ഉണ്ടോ ഓർഡർ ഉണ്ടോ എന്നൊക്കെ അല്ലേ. വേറെ ആനിമൽസിനോട് ലിവിങ് ഓർഗാനിസംസിനോട് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സോ ഹ്യൂമൻ പെർസെപ്ഷനിൽ വരുന്നതാണ് ടേസ്റ്റ് ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ പെർസെപ്ഷനിൽ നമുക്കറിയാം നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്തൊക്കെ ടേസ്റ്റ് ഉണ്ട്, പുളി, മധുരം, എരിവ് അല്ലേ, ഉപ്പ്, അങ്ങനെ അല്ലേ. ദാറ്റ് ഈസ് ബിറ്റർ അല്ലെങ്കിൽ ബിറ്ററായിട്ടുള്ള കയ്പുണ്ട്, സോൾട്ടി പുളിയുണ്ട്, ഉപ്പുണ്ട്, സോർ അല്ലെങ്കിൽ പുളിയുണ്ട്, സ്വീറ്റ് മധുരമുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ വാട്ടറിൽ എന്തൊക്കെ കണ്ടാമിനൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. പുളി ഉണ്ടോ, ഉപ്പ് കൂടുതലാണോ. അപ്പോൾ ഉപ്പ് കൂടുതലുള്ള വെള്ളം അല്ലെങ്കിൽ പുളി കൂടുതലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അവിടെ എന്തെങ്കിലും കണ്ടാമിനൻ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്, എന്തെങ്കിലും വേറെ അഡീഷണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വാട്ടർ എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ് അല്ലേ, ടേസ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിലെന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം അല്ലേ. അപ്പോൾ
ദ ഹ്യൂമൻ പെർസെപ്ഷൻ ഓഫ് ടേസ്റ്റ് ഇൻക്ലൂഡ്സ് സോർ. സോറാകുമ്പോൾ നമ്മൾ സോറിന് എക്സാമ്പിൾ ആയി പുളിയുള്ള സാധനം എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കാം ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. ഇപ്പോൾ സോൾട്ടി, ഇപ്പോൾ ഉപ്പ് രസമാണെങ്കിൽ അവിടെ അറിയാം, നമുക്കറിയാം അല്ലേ, ഉപ്പ് കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ, സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയം ക്ലോറൈഡ് ആണ്. സ്വീറ്റ് ആകുമ്പോൾ അവിടെ ഉള്ളത് സുക്രോസ് ആയിരിക്കാം. ബിറ്റർ എന്ന് വെച്ചാൽ കയ്പാണെങ്കിൽ അവിടെ കഫൈൻ്റെ കാപ്പിയുടെ കഫൈൻ, ശരിക്കും കാപ്പിപ്പൊടിയൊക്കെ വെറുതെ നമുക്കിത് നോക്കിയാൽ അറിയാം അത് കഫൈൻ, അത് ബിറ്റർ ടേസ്റ്റാണ്, അത് കയ്പാണ് അതിന്. And however, sweet and bitter tastes are produced by more complex organic compounds. Okay. And odor എന്ന് വെച്ചാൽ അതിൻ്റെ മണം അല്ല, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്യാസ് പ്രൊഡക്ഷൻ. ഇപ്പം നമുക്ക് ചില മണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് നല്ല വെള്ളമാണോ ചീത്ത വെള്ളമാണോ എന്നുള്ളത് അല്ലേ. ചിലപ്പോഴൊക്കെ വളിച്ച് മണമൊക്കെ വരുമ്പോൾ അല്ലേ, ചില ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വാട്ടർ നമുക്ക് ഡ്രിങ്കിങ്ങിന് യൂസ്ഫുൾ ആണോ, ഡ്രിങ്കിങ്ങിന് ഫിറ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അല്ലേ. സോ the odor produced by gas production due to decomposition of organic matter by substances add to the waste matter. Okay. അപ്പോൾ നമുക്ക് മണം അളക്കാനായിട്ട് H2S മീറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. H2S മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മണം ഓർഡർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. H2S മീറ്റർ. H2S meter is using for the measurement of the concentration of hydrogen sulfide. ഹൈഡ്രജൻ സൾഫൈഡ് ആയിരിക്കും. ഇപ്പോൾ ഓരോ ഓർഡറിനും ഓരോ തരത്തിലുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ഫിഷി ആയിട്ടുള്ള ഒരു മീനിൻ്റെ വാസനയൊക്കെ ആണെങ്കിൽ അവിടെ കോമ്പൗണ്ട് ആയിട്ട് വരുന്ന അമീൻസ് ആയിരിക്കും. അമീൻസ് ആണെങ്കിൽ അവിടെ ഫിഷി ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും വരും. ഇപ്പോൾ കോമ്പൗണ്ട് ഓർഡർ. ഓക്കെ, മീൻസ് ആണെങ്കിൽ അവിടെ ഫിഷി ആയിട്ടുള്ളതായിരിക്കും. ഈ അമോണിയ ആണെങ്കിൽ അമോണിയയുടെ മണം വരും. അമോണിയ ആണെങ്കിൽ മണം ഉണ്ടാവും. അതുപോലെ തന്നെ ഡയമീൻസ് ആണെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് റോട്ടൺ എക്സിൻ്റെ മണമായിരിക്കും ഉണ്ടാവുക. ഡയമീൻസ് ആകുമ്പോൾ അവിടെ റോട്ടൺ എക്സിൻ്റെ മണമായിരിക്കും ഉണ്ടാവുക. ദെൻ മീഥൈൽ അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡീക്കേഡ്. ഈഥൈലൊക്കെ ആണെങ്കിൽ അവിടെ ക്യാബേജ്, ഡീക്കേഡ് ക്യാബേജിൻ്റെ സ്മെൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സ്കാൽട്ടോ കോമ്പൗണ്ട് ഉണ്ട്. അതാണെങ്കിൽ ഫേഷ്യൽ മാറ്റർ എന്തെങ്കിലും ഫുഡ് ഹ്യൂമൻ വേസ്റ്റിൻ്റെയൊക്കെ മണമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ സ്മെല്ലൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവിടെ ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് കൂടി വരുമ്പോഴാണ്, കെമിക്കൽ കോമ്പൗണ്ട്സ് സാന്നിധ്യം ഉള്ളപ്പോഴാണ് ഇതേപോലെയുള്ള മണം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം അവിടെ എന്താണ്, പല ടൈപ്പിലുള്ള കോമ്പൗണ്ട്സ് അവിടെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, പല ടൈപ്പ് കോമ്പൗണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇറ്റ് ഇസ് നോട്ട് ഫിറ്റ്, ദ വാട്ടർ ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്ക്. ഇനി ഇവിടെ ഇനിയിപ്പോൾ ടർബിഡിറ്റി എന്ന് വെച്ചാൽ കാഠിന്യം അല്ലേ. ടർബിഡ് ആണോ എന്ന് നോക്കി കാഠിന്യം, അതായത് ഇറ്റ്സ് എ മെഷർ ഓഫ് ടർബിഡിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മെഷർ ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ ടർബിഡിറ്റി എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കൊളോയിഡ്സിൽ ഇങ്ങനെ ഭയങ്കര ഡെൻസിറ്റി കൂടുതലുള്ള കൊളോയിഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കലക്കുമ്പോൾ അവിടെ ഭയങ്കര ഒന്നും കാണാൻ പറ്റില്ല, തെളിനീര് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ടർബിഡായിട്ടുള്ള കലക്ക് വെള്ളമായിരിക്കും അവിടെ വരിക അല്ലേ. അപ്പോൾ this transparency of natural water bodies is affected by human activity, decaying plant matter, algal blooms, suspended sediments and plant nutrients അല്ലേ. ഇപ്പോൾ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് വേണ്ടത് അല്ലേ. ആക്ച്വൽ കേസിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് നമുക്ക് വേണ്ടത്.
പറയുന്നത്. പക്ഷെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല മിക്കപ്പോഴും അല്ലേ, കാരണം അവിടെ എന്തെങ്കിലും കൊയാഗുലനായുള്ള സബ്സ്റ്റൻസസോ അല്ലെങ്കിൽ സെഡിമെൻറ്റ്സോ പ്ലാന്റ് ന്യൂട്രിയൻസോ അങ്ങനെ എന്തെങ്കിലും എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം വാട്ടർ ബോഡീസിലോട്ട് വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ ടെർബിഡിറ്റിക്ക് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പോൾ ടെർബിഡിറ്റി അളക്കാനായിട്ട് ദാറ്റ് ഈസ് ടോട്ടൽ സസ്പെൻഡഡ് TSS കോൺസെൻട്രേഷൻ ആണ് നമ്മൾ അളക്കുന്നത്. TSS കോൺസെൻട്രേഷൻ ആണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് TSS എന്ന് വെച്ചാൽ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ്. അപ്പോൾ ടർബിഡിറ്റിയിൽ തന്നെ വരുന്നതാണ് സോളിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോളിഡ്സ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ഉണ്ട് അല്ലേ. ശരിക്കും വാട്ടറിൽ അലിഞ്ഞ് ചേരുന്ന സോളിഡ്സിനാണ് നമ്മൾ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് the inorganic salt and small amount of organic matter present in solution of matter. ഓക്കെ, അപ്പോൾ സോളിഡ്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സെറ്റബിൾ സോളിഡ്സ് ഉണ്ട്, സസ്പെൻഡബിൾ സോളിഡ്സ് ഉണ്ട്, ഫിൽട്രബിൾ സോളിഡ്സ് ഉണ്ട്. 3 ടൈപ്പ് സോളിഡ്സ് ആണ് സോളിഡ്സിൽ വരുന്നത് അല്ലേ. സെറ്റബിൾ ഉണ്ട്, സെറ്റബിൾ സോളിഡ്സ് ഉണ്ട്, അതുപോലെ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ട്. then വരുന്നതാണ് ഫിൽട്രബിൾ സോളിഡ്സ്. 3 ടൈപ്പ് സോളിഡ്സ് ആണ് ഉണ്ടാവുക. സെറ്റബിൾ സോളിഡ്സ്, സസ്പെൻഡഡ്, ഫിൽട്രബിൾ സോളിഡ്സ്. അപ്പോൾ what do you mean by സസ്പെൻഡഡ് സെറ്റിലബിൾ സോളിഡ്സ് വെച്ചാൽ എന്താണ്? അതായത് that is settable solids are that settle under the influence of gravity. സെറ്റിൽ ചെയ്ത് കിടക്കുന്ന ഏറ്റവും താഴെ തട്ടിൽ സെറ്റിൽ ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ സെറ്റബിൾ സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി what do you mean സസ്പെൻഡഡ് സോളിഡ്സ്? സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്, കുറച്ചും കൂടെ ആയിട്ട് കിടക്കുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ്. ഓക്കെ, ഇപ്പോൾ പർട്ടിക്കുലർ സൈസൊക്കെ അനുസരിച്ചായിട്ടായിരിക്കും നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ചും കൂടി സൈസ് കുറവായിരിക്കും ഫിൽട്രബിൾ സോളിഡ്സിന്. സസ്പെൻഡഡ് സോളിഡ്സിന് നമുക്ക് കുറച്ചും കൂടി സൈസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം the significance of suspended solids in water is great on a number of grounds. Solids may in fact consist of algal growths leading to severe eutrophic conditions in any water body. അത് ഈ മറ്റേ സസ്പെൻഡഡ് സോളിഡ്സിന് എക്സാമ്പിൾ ആൽഗയൊക്കെ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്, അങ്ങനെ പൊങ്ങി കിടക്കുക അല്ലേ. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്രോഫിക്കേഷൻ എന്താണെന്നുള്ളത് അല്ലേ, ആദ്യം മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞാണ് ഈ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയുന്നു, അതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോഴത്തെ സമയത്ത് എന്താണ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് SD equal to ST minus what is SD? SD is filterable solid. Filterable solid നെയാണ് നമ്മൾ SD എന്ന് പറയുന്നത്. ST means total solid and SSS is suspended solid. Suspended solids ആണ് SS. Filterable solid ആണ് SD. Okay, so filterable solid എന്ന് വെച്ചാൽ ടോട്ടൽ സോളിഡ് മൈനസ് സസ്പെൻഡഡ് സോളിഡ് ഈസ് ഈക്വൽ ടു filterable solid. ഓക്കെ, സോ നമുക്ക് filterable solid എത്രയാണെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ സോളിഡ് ഈക്വൽ ടു സസ്പെൻഡഡ് സോളിഡ് പ്ലസ് filterable solid, or filterable solid equal to total solid minus SS, that is suspended solid. So SD equal to ST minus SS. ST minus SS. അപ്പോൾ നമുക്ക് ഒരു if imhoff കോൺ എന്ന സ്ഥലം imhoff കോൺ ഇതാണ്. imhoff കോൺ. ഈ imhoff കോണിൽ വെച്ചിട്ട് നമുക്ക്
സെറ്റിൽ ചെയ്തു, എത്രത്തോളം നമുക്ക് സെറ്റിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ കോണിൽ യൂസ് ചെയ്തു. നമുക്ക് എത്രത്തോളം ഈ താഴെ ഇവിടെ എന്താ പറയുക സെറ്റിൽ ചെയ്ത റീഡിങ്സ് ആണ്. അപ്പോൾ ഈ റീഡിങ്സ് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം സോളിഡ്സ് നമുക്ക് അവിടെ സെറ്റിൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇംഹോഫ് കോൺ. ദാറ്റ് ഇസ് മീൻ ബൈ ഇംഹോഫ് കോൺ. ഇംഹോഫ് കോൺ. ഓക്കെ. So settable toilets can be determined with the help of a conical tube which is called Imhoff cone, and which is sewage is allowed to stand in the Imhoff cone for 2 hours and the quantity of the settable solid is then directly read. അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് സെറ്റബിൾ ആയിട്ടുള്ള സോളിഡ് നമുക്ക് അളക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഏത് സീവേജ് ആണോ അല്ലെങ്കിൽ ഏത് വേസ്റ്റ് ആണോ നമുക്ക് ഏതിലാണോ നമുക്ക് അളക്കേണ്ടത് ആ വേസ്റ്റ് മെറ്റീരിയൽ ഈ ഇംഹോഫ് കോണിൻ്റെ ഉള്ളിൽ ഒരു 2 മണിക്കൂറോളം ഇട്ട് വയ്ക്കാം. ഇംഹോഫ് കോൺ. ഓക്കെ. അപ്പോൾ ഈ ഇംഹോഫ് കോണിൻ്റെ ഉള്ളിൽ 2 മണിക്കൂറോളം ഇതിട്ട് വയ്ക്കുക. ഇട്ട് വെച്ച് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ സെറ്റബിൾ ആയിട്ടുള്ള സോളിഡ്സ് ഒക്കെ ആണെങ്കിൽ താഴെ വന്ന് സെറ്റിൽ ആയിക്കോളും. അപ്പോൾ ഈ റീഡിങ് നോക്കുമ്പോൾ ഇവിടെയുള്ള റീഡിങ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സെറ്റബിൾ ആയിട്ടുള്ള സോളിഡ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പോൾ സെറ്റബിൾ സോളിഡ്സിന് നമുക്ക് ഇംഹോഫ് കോണിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 3 ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. സെറ്റബിൾ സോളിഡ് ഉണ്ട്, സസ്പെൻഡഡ് സോളിഡ് ഉണ്ട്, ഫിൽട്രബിൾ സോളിഡ് ഉണ്ട്. സെറ്റബിൾ സോളിഡ്സിൻ്റെ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇംഹോഫ് കോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സസ്പെൻഡഡും ഫിൽട്രബിളും ഈ ഇക്വേഷൻ വെച്ച് ടോട്ടൽ സോളിഡ് ആണ് ഈക്വൽ ടു SD ഈക്വൽ ടു SD മൈനസ് SS. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തത്. ഓക്കെ.